നമസ്കാരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണ പ്രതിസന്ധിയാണ്. പക്ഷേ വിതരണക്കാരുടെ നിലപാടിൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ സ്വീകരിച്ച നടപടികളായിരുന്നു വ്യത്യസ്തം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 3 കമ്പനികൾ ഉപകരണങ്ങൾ തിരിച്ചെടുത്തപ്പോൾ തിരുവനന്തപുരത്ത് സമവായത്തിൽ 10 ദിവസത്തെ സാവകാശം കിട്ടി. കോഴിക്കോട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വിതരണക്കാർ. യഥാർത്ഥത്തിൽ ഇങ്ങനെ വ്യത്യസ്ത നിലപാടാണോ ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ടിയിരുന്നത്? കൃത്യമായ പരിഹാരമല്ലേ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്? ആരോഗ്യവകുപ്പ് ശരിക്കും കരുതലെടുക്കേണ്ടതല്ലേ ഇതിലൊക്കെ? ജനങ്ങളുടെ ജീവന് എന്ത് വിലയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? ശസ്ത്രക്രിയ കാത്തുകഴിയുന്ന രോഗികൾ എന്താണ് പിഴച്ചത്? ആരാണ് അവർക്ക് മറുപടി നൽകുക? സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വഴി തെറ്റരുത് SITക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് ഒതുക്കരുതെന്ന് SITക്ക് നിർദ്ദേശം. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും എതിർകക്ഷികളാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതി. ആരോഗ്യം ICUവിലോ? കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് വിതരണക്കാർ. ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കുടിശ്ശിക അടയ്ക്കാൻ 10 ദിവസത്തെ സാവകാശം. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ അനുവദിക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം ഏകീകരിച്ച് സർക്കാർ. ഷിഫ്റ്റിന്റെ സമയക്രമത്തിൽ മാറ്റം. പ്രഥമ പൗരയ്ക്ക് സ്വാഗതം. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത്. കനത്ത സുരക്ഷ. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. തീർത്ഥാടകർക്ക് നിയന്ത്രണം. വേണം അതീവ ജാഗ്രത. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ട്രാക്ക് ഉണർന്നു. ഇനി മത്സരാവേശം. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. തലസ്ഥാനത്തിന് കൗമാരക്കുതിപ്പിന്റെ 8 ദിനരാത്രങ്ങൾ. മേളയിൽ മാറ്റുരയ്ക്കുന്നത് 20,000-ഓളം കായിക പ്രതിഭകൾ. മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ. എല്ലാം പറഞ്ഞു ശരിയാക്കാം. PM ശ്രീ പദ്ധതിയിലെ വിയോജിപ്പ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കാൻ CPI മന്ത്രിമാർ. തമിഴ്നാട് മോഡൽ നിയമപോരാട്ടം നടത്തണമെന്ന ആവശ്യം. CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM. PM ശ്രീ പദ്ധതിയിലെ വിയോജിപ്പിന്റെ പേരിൽ CPIയെ ആരും അവഗണിക്കില്ലെന്ന് MA ബേബി. നിസ്സഹായമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ 78-കാരി. 2 ദിവസത്തിനിടെ തലസ്ഥാനത്ത് മരിച്ചത് 2 പേർ. പരിധി വിട്ടാൽ ജനമിറങ്ങും. കോഴിക്കോട് കാട്ടിപ്പാറയിൽ അറവു മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് തീയിട്ട് ജനങ്ങൾ. വാഹനവും നശിപ്പിച്ചു. പ്രദേശത്ത് സംഘർഷം. കല്ലേറിൽ താമരശ്ശേരി CIക്കടക്കം പരിക്ക്. താമരശ്ശേരിയിൽ നാളെ ജനകീയ ഹർത്താൽ. സനാതന ധർമ്മ സംരക്ഷണത്തിനായി. മതകാര്യങ്ങളിൽ ഹൈന്ദവർ രാഷ്ട്രീയം മറന്നൊറ്റക്കെട്ടാവണമെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. മാർഗദർശക മണ്ഡൽ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സന്യാസ സമൂഹം തയ്യാറാവണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സനാതന ധർമ്മ മൂല്യങ്ങൾ ഉയർത്തിയ യാത്രയിൽ പങ്കെടുത്തത് വിവിധാശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠർ. സ്റ്റോറി ഓഫ് ദ ഡേ. പരിമിതികളെ പിന്നിലാക്കി ഭക്തന്റെ യാത്ര. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണ്ണപ്പാളി പോയ വഴിയെ അന്വേഷണത്തിനാണ് കോടതി നീങ്ങുന്നത്. ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശാല ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി ഇന്ന് മുന്നോട്ട് വെച്ചത്. ഒപ്പം പ്രതികൾക്ക് അന്വേഷണ വിവരങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള നടപടികളും ഹൈക്കോടതി സ്വീകരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും പുതിയ കേസിൽ കക്ഷി ചേർക്കാതെയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശദമായ അന്വേഷണത്തിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വർണം കടത്താനുള്ള ഗൂഢാലോചന, ആസൂത്രണം, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതൊക്കെ അന്വേഷിക്കണമെന്നാണ് ആവശ്യം.
സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ സ്വമേധയാ പുതിയ കേസും എടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ക്രിമിനൽ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നും അന്വേഷണം ദേവസ്വം ബോർഡിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുക്കരുതെന്നുമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. വർഷങ്ങൾ നീണ്ടുനിന്ന ക്രിമിനൽ ഗൂഢാലോചനയും കുറ്റകൃത്യത്തിന്റെ ആസൂത്രണവും വിശദമായി അന്വേഷിക്കണം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാത്രം അടച്ചിട്ട കോടതി മുറിയിൽ വിളിച്ചു വരുത്തിയാണ് കോടതി ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അടക്കം പിടിച്ചെടുത്ത് രഹസ്യമായി സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ലഭിക്കാതിരിക്കുവാൻ കോടതി ദേവസ്വം ബോർഡിനെതിരെ സ്വമേധയാ കേസെടുക്കുകയും പുതിയ കേസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ ഒഴിവാക്കുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിന് പുറമെയാണ് പുതിയ കേസ്. ഇനിയുള്ള അന്വേഷണ വിവരങ്ങൾ പുതിയ കേസിലായിരിക്കും കോടതി പരിഗണിക്കുക. 2019 സ്വർണം പൂശിക്കൊണ്ടുവന്നപ്പോൾ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ തട്ടിപ്പിന് കളമൊരുക്കിയെന്നും കോടതി നിരീക്ഷിച്ചു. സ്വർണം പൂശിയ ഭാഗം നിറം മങ്ങിയപ്പോൾ ടെൻഡർ പോലും വിളിക്കാതെയാണ് വീണ്ടും പോറ്റിയെ ഏൽപ്പിച്ചതെന്നും കോടതി വിലയിരുത്തി. സ്വർണ്ണപ്പാളികളും വശങ്ങളിലെ പാളികളും ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കൈമാറിയതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതിന് കാരണക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. പോറ്റി ചെന്നൈയിലും ബാംഗ്ലൂരിലും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വഴികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് SP S ശശിധരൻ മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയത്. വിജയ് മല്യ നൽകിയ യഥാർത്ഥ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെയെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന വഴിയും ഗൂഢാലോചനയും ആസൂത്രണവും അന്വേഷിക്കണം. 6 ആഴ്ചക്കകം അന്തിമ റിപ്പോർട്ട് നൽകാനാണ് കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. സമയം കൂടുതൽ അനുവദിക്കണമെന്ന് അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോഴാണ് ഈ സ്വർണം പോയ വഴിയും അത് ആര് കടത്തിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരിക. ഇനി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രൻ നടത്തിയ ചില പരാമർശങ്ങളായിരുന്നു. അതിന് മറുപടി പറയുകയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി. NK പ്രേമചന്ദ്രന്റെ വിവാദ പരാമർശത്തിനെതിരെയാണ് CPM ജനറൽ സെക്രട്ടറിയുടെ മറുപടി. പ്രേമചന്ദ്രൻ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ബേബി ഏതെങ്കിലും പാർട്ടിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നുകൂടി ഓർമ്മിപ്പിച്ചു. കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രനാണ്. ഇത്തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീ NK പ്രേമചന്ദ്രൻ നടത്താൻ പാടില്ലായിരുന്നു. കാരണം കേരളമെന്ന് പറഞ്ഞാൽ മതസാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തും മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷതയ്ക്കും സമുദായ സൗഹാർദ്ദത്തിനും സഹായകരമായതാവണം. ഏതെങ്കിലും ഒരു പാർട്ടിയെയോ മുന്നണിയെയോ ജനമധ്യത്തിൽ അല്പം താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനവസരത്തിൽ പറയാൻ പാടില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് സഹ പ്രേമചന്ദ്രൻ ഇക്കാര്യത്തിൽ ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു ഉപകരണ പ്രതിസന്ധിയും ഒരു ഡോക്ടർ അതിനെതിരെ രംഗത്ത് വന്നതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. ദിവസങ്ങളോളം മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത ആ വലിയ പ്രതിസന്ധിക്കപ്പുറം ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലുള്ളത്. ഉപകരണക്ഷാമത്തിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നതൊരു നിത്യസംഭവമായി മാറുകയാണ് എന്നാണ് പറയേണ്ടത്. വിതരണക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. 100 കോടി രൂപയുടെ അധികം കുടിശ്ശികയാണ് കൊടുത്തു തീർക്കാനുള്ളത്. ആ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമം ആരോഗ്യവകുപ്പ് നടത്തുകയാണ്. പക്ഷേ വിതരണക്കാർ ഒരുപടി മുന്നിൽ അവരുടെ നടപടികളുമായി പോവുകയാണ്. വൻ തുക കുടിശ്ശിക വരുത്തിയതോടെ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണക്കാർ തിരിച്ചെടുത്തു. വൈകുന്നേരമാണ് വിതരണ കമ്പനിയുടെ ആളുകളെത്തി ഉപകരണങ്ങൾ തിരികെ എടുത്തത്. 3 കമ്പനികളാണ് ഉപകരണങ്ങൾ തിരികെ എടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 23 കോടിയിലധികം രൂപ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ നൽകാനുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം ഉപകരണങ്ങൾ തിരിച്ചെടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന ശസ്ത്രക്രിയകളിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തേണ്ടത് നടത്തുകയും ബാക്കിയുള്ളവയ്ക്കായി തീയതി പുനർനിശ്ചയിക്കുകയും ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദിവസേന 15ഓളം ശസ്ത്രക്രിയകളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ ഇതുവരെ നടന്നിരുന്നത്. ഈ ജനങ്ങൾ ശസ്ത്രക്രിയ കാത്തിരുന്ന ജനങ്ങൾക്ക് ആരാണിനി മറുപടി പറയുക എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത മെഡിക്കൽ കോളേജുകൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതാണെന്ന് കണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, സമവായ കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഒരു സമവായത്തിലൂടെ 10 ദിവസത്തെ ഒരു സാവകാശം
ഈ ഉപകരണ വിതരണ കമ്പനികൾ നൽകി എന്നുള്ളതാണ് പ്രധാനം. പരമാവധി 10 മുതൽ 15 ദിവസം വരെ എന്നുള്ളതാണ് ഉപകരണ കമ്പനികൾ മുന്നോട്ട് വെച്ച കാര്യം. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും എന്നുള്ള ഉറപ്പാണ് ആശുപത്രി അധികൃതർ അവരെ അറിയിച്ചത്. ലെറ്റർ കൊടുത്തു ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഒരു 10 ദിവസം കൂടി. ഏതായാലും ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം 52 ദിവസമാകുന്നു. അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വളരെ പോസിറ്റീവായ ആയതുകൊണ്ടും ഒരു പോസിറ്റീവ് വൈബിലാണ് പുള്ളി എന്തായാലും സംസാരിച്ചത്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. അതിൻ്റെ മേളിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയത് തന്നെ. ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുതും എന്തായാലും ശരി തന്നെയാണ്, കഴിയുന്നതും പെട്ടെന്ന്. അത് നാളെയെങ്കിൽ നാളെ, പരമാവധി പറഞ്ഞതാണ് ഒരു 10 15 ദിവസം. ആ ഒരു കട്ടൗട്ട് ഡേറ്റ് ഞാൻ പറയുന്നത് പുള്ളിയുടെ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് പറയുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ ഹൃദയശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തവർ നൽകിയ സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ നിയമ നടപടികളിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. കാരണം കയ്യൂക്ക് കാണിക്കാൻ കഴിയില്ല എന്ന് അവിടെ തന്നെ ചില വിതരണക്കാർ പറയുകയും ചെയ്തു. സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതരെ സമീപിച്ചെങ്കിലും വിട്ടു നൽകാതായതോടെയാണ് നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. 120 കോടിയോളം രൂപയാണ് കമ്പനികൾക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. ഏകദേശം 18 മാസത്തെ കുടിശ്ശിക. അപ്പോൾ കമ്പനികൾ അവരുടെ കുടിശ്ശിക വേണം എന്നാവശ്യപ്പെടുന്നതിൽ അവരെ തെറ്റു പറയാനും കഴിയില്ലല്ലോ. സംസ്ഥാനത്തെ 21ഓളം കാത്ത് ലാബുകളിലേക്ക് ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്ത കമ്പനികൾക്ക് 19 മാസത്തോളമുള്ള കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത്. 158.64 കോടി രൂപ കിട്ടാനുള്ളതിൽ സമ്മർദ്ദം ശക്തമാക്കിയതിനെ തുടർന്ന് വളരെ ചെറിയ തുകയാണ് ഇവർക്ക് ലഭിച്ചത്. 120ഓളം കോടി രൂപ ഇനിയും കുടിശ്ശിക ഇനത്തിൽ ബാക്കിയുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ ഉൾപ്പെടെ മുന്നിൽ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ് ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസിബിൾസ്. നമ്മൾ പേ ചെയ്ത സ്റ്റോക്ക് അതിൽ കിടക്കും, നമുക്കത് അതിക്രമിച്ചെടുക്കാനൊന്നും കഴിയില്ല. നമ്മൾ കൺസൈനിൽ വെച്ചതാണ്, അപ്പോൾ അവർ തിരിച്ചു തരണം. അവർ തന്നിട്ടില്ലെങ്കിൽ എന്താ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യും. നമ്മളിവിടെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് കിട്ടണം എന്നാണ്. കാരണം പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നാളെ തന്നെ പേയ്മെൻറ്റ് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. എത്ര വർഷത്തെ പേയ്മെൻറ്റ് ഉണ്ടാവും ഏകദേശം? അത് പല ഹോസ്പിറ്റലും പല രീതിയിലാണ് അവർ പേയ്മെൻറ്റ് തരുന്നത്. ഏകദേശം ഒരു 18 മാസം 19 മാസത്തിന് മുകളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് പല ഹോസ്പിറ്റലും. സ്റ്റോക്കായി നൽകിയ ഉപകരണങ്ങൾ വിട്ടു നൽകേണ്ടെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ലഭിച്ച നിർദ്ദേശം. ഇപ്പോൾ തന്നെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പുതുതായി ഉപകരണങ്ങൾ ഒന്നും തന്നെ കമ്പനികൾ നൽകുന്നില്ല. നിലവിലുള്ള സ്റ്റോക്ക് കൂടെ തിരിച്ചെടുക്കാൻ വിതരണക്കാരുടെ സംഘടന നിയമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിനും അത് വെല്ലുവിളിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. വിതരണക്കാർ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ വലയുന്നത് സാധാരണക്കാരാണ്. ഈ സ്വകാര്യ ആശുപത്രികളിലൊന്നും പോകാൻ കഴിയാതെ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് കഴിയുന്ന സാധാരണക്കാരോട് സർക്കാരിന് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ സർക്കാർ കൃത്യമായി പാലിക്കേണ്ടത് ഈ സമയത്താണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, അതായത് സംസ്ഥാനത്തെ ആശുപത്രികളിലെല്ലാം കൃത്യമായ സമയക്രമമുണ്ട് നഴ്സുമാർക്ക് വരുന്നതിനും പോകുന്നതിനും. പക്ഷേ സ്വകാര്യ ആശുപത്രികളിൽ പലയിടത്തും പലതരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇതുവരെ നടത്തിയിരുന്നത്. അതെല്ലാം മാറുകയാണ്, ഏകീകരിക്കുകയാണ് അവരുടെ സമയമൊക്കെ. സ്വകാര്യ ആശുപത്രികളിലെ ഡ്യൂട്ടി സമയം ഏകീകരിച്ച് സർക്കാർ നഴ്സുമാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂർ ഷിഫ്റ്റ് സമ്പ്രദായവുമാണ് മാറ്റം വന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരവും പ്രയോജനകരവുമാകുന്ന ഉത്തരവാണ് തൊഴിൽ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രിക്ക് സമാനമായി സ്വകാര്യ ആശുപത്രികളിലും ഡ്യൂട്ടി സമയം ഏകോപിപ്പിച്ചിരിക്കുകയാണ്. പകൽ 6 മണിക്കൂറും രാത്രി 8 മണിക്കൂറും ഡ്യൂട്ടി ഷിഫ്റ്റാക്കിയാണ് ഉത്തരവ്. പകൽ 6 മണിക്കൂർ വീതം 2 ഷിഫ്റ്റാണ്. ഇതിനു പുറമെ അധിക സമയം ഡ്യൂട്ടി എടുക്കുമ്പോൾ ഓവർ ടൈം അലവൻസ് നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 100 കിടക്കകളിൽ അധികമുള്ള സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ഇതുവരെ പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. പുതിയ ഉത്തരവ് വരുന്നതോടുകൂടി കിടക്കകളുടെ എണ്ണം നോക്കാതെ ഷിഫ്റ്റ് സമ്പ്രദായം എല്ലാ ആശുപത്രികളിലും ഒരുപോലെ ബാധകമാകും. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. വീരകുമാർ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് 2021 പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികൾക്കും ബാധകമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. രാജ്യത്തിൻ്റെ പ്രഥമ പൗര തലസ്ഥാനത്ത് എത്തിയ ദിവസം.
ആ ഒരു പ്രത്യേകതയും കനത്ത സുരക്ഷയും ഒക്കെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഗതാഗത നിയന്ത്രണമൊക്കെ രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു തലസ്ഥാനത്ത്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ഹെലികോപ്റ്റർ മാർഗം ശബരിമല സന്ദർശനത്തിനായി പോകും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലും സന്നിധാനത്തും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണുള്ളത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 6:20 കൂടിയാണ് രാഷ്ട്രപതി എത്തിയത്. വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. മേയറും MLAയും മറ്റുദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. രാഷ്ട്രപതിയെ കാണാനായി വിമാനത്താവളത്തിന് പുറത്ത് റോഡിന്റെ എതിർവശത്തായി നിരവധി പേർ നിന്നിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രാഷ്ട്രപതി വാഹനത്തിനുള്ളിലിരുന്ന് ജനങ്ങളെ നോക്കി കൈവീശി അഭിവാദ്യം ചെയ്തു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിമാനത്താവളവും പരിസരവും കനത്ത സുരക്ഷാ കാവലിലായിരുന്നു. രാഷ്ട്രപതി തലസ്ഥാനത്തുള്ള 3 ദിവസവും നഗരത്തിൽ പ്രത്യേക സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്ഭവനിലാണ് താമസ സൗകര്യം. രാവിലെ 9:30 ഹെലികോപ്റ്റർ മാർഗം ശബരിമലയിലേക്ക് പോകും. നിലയ്ക്കലിൽ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലെത്തി പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത കാവലിലാണ് ശബരിമലയും സന്നിധാനവും. ഭക്തർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ടോടുകൂടി വീണ്ടും തലസ്ഥാനത്ത് മടങ്ങുന്ന രാഷ്ട്രപതി വ്യാഴാഴ്ച രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം ശിവഗിരിയിലേക്ക് പോകും. ശ്രീനാരായണ ഗുരു സമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. 24-ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ പരിപാടിയിലും പങ്കെടുത്ത ശേഷമാകും ഡൽഹിയിലേക്ക് മടങ്ങുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അൻഫിൽഡിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനം നാളെയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് നേരത്തെ നിയന്ത്രണമുണ്ടാകും. കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കേന്ദ്രസേനയടക്കം കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10:20-ന് പ്രത്യേക വ്യോമസേനാ ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി നിലയ്ക്കലിൽ ഇറങ്ങും. നിലയ്ക്കലിൽ നിന്നും റോഡ് മാർഗം പമ്പയിലെത്തും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച ശേഷം പ്രത്യേക ഖൂർഖ ജീപ്പിലാണ് മല കയറുക. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് മലകയറ്റം. 6 വാഹനങ്ങൾ അകമ്പടി സേവിക്കും. 12 മണിയോടെ സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ഉച്ചപൂജ കണ്ടു തൊഴും. ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ വിശ്രമം. ഉച്ചഭക്ഷണത്തിനു ശേഷം 3 മണിക്ക് പമ്പയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിന്റെ ഭാഗമായി തീർത്ഥാടകർക്ക് നാളെ നിയന്ത്രണമുണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് ബറ്റാലിയൻ AIG അരുൾ B കൃഷ്ണ, പമ്പയിൽ ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാൽ എന്നിവർ ചുമതലയേറ്റു. ദ്രുതകർമ്മസേന, ഡോഗ് സ്ക്വാഡ്, അഡ്വാൻസ് പെട്രോളിംഗ് ടീം, സ്നേക് റെസ്ക്യൂ ടീം, വെറ്റിനറി ടീം, വൈപ്പർ ടീം എന്നിവരെ നിയോഗിച്ച ഉൾവനങ്ങളിലും പാതയിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഓരോ ദിവസവും അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് ഈ മഴ ശക്തമാകാനുള്ള കാരണം. മലപ്പുറം, പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഒപ്പം തന്നെ ഈ 3 ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അറബിക്കടലിൽ നേരത്തെ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തി പ്രാപിക്കുകയാണ്. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്കും സാധ്യതയുണ്ട്.
മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഈ തുലാമാസക്കാലത്ത് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് ഇടുക്കി ജില്ലയിലാണ്. മലയോര മേഖലയിലൊക്കെ വലിയ നഷ്ടം, ഒപ്പം കൃഷിനാശം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിൽ കണ്ടത്. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ നാളെ റെഡ് അലർട്ടാണ്, ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമുണ്ട്. ഇതോടൊപ്പം തന്നെ മലയോര മേഖലയിലുള്ള രാത്രി യാത്രയും നിരോധിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ജില്ലയിലുണ്ടായത്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി സെക്കൻഡിൽ 6000 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള എല്ലാവിധ ജലവിനോദങ്ങളും ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ എല്ലാ വിനോദസഞ്ചാരങ്ങളും നിരോധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങും മറ്റെല്ലാത്തരം സാഹസിക വിനോദങ്ങളും റെഡ് അലർട്ട് പിൻവലിക്കുന്നതുവരെ നിർത്തിവെക്കണം. മലയോര മേഖലയിൽ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള യാത്ര നിരോധിച്ചു. കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊഴികെയുള്ള എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിർത്തിവെക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, ഇടുക്കി. ട്രാക്കിലും ഫീൽഡിലും ത്രസിപ്പിക്കുന്ന പോരാട്ടങ്ങളുടെ ദിവസമാണ് ഇനി തലസ്ഥാനം കാത്തിരിക്കുന്നത്. 14 ജില്ലകൾക്ക് പുറമെ മറുനാട്ടിലെ മലയാളികളുടെ പെൺകുട്ടികളുടെ കരുത്തുകൂടി അറിയാൻ UAE ടീം അടക്കം എത്തിയിട്ടുണ്ട് തലസ്ഥാനത്തേക്ക്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് തിരിതെളിഞ്ഞു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. 28-ാം തീയതി വരെയാണ് മത്സരങ്ങൾ. 12 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 20,000-ഓളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. By the left, the mark pass to begin. ലഹരി വിമുക്ത കേരളം, ലഹരി വിമുക്ത കായിക രംഗം, അതാണ്. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് പകരം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം IM വിജയനും മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖ തെളിയിച്ചു. ഏറെ അഭിമാനകരമായ ചടങ്ങാണെന്നും ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള നടത്തുന്ന ഒരു സംസ്ഥാനവും വേറെ ഉണ്ടാകില്ലെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതില്ല. ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കുട്ടികളുടെ ഫെസ്റ്റിവൽ ഉണ്ടോ, ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ, ഇതുപോലെയുള്ള സ്പോർട്സ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം എന്നതാണ് ഇൻക്ലൂസീവ് സ്പോർട്സിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും നാളത്തെ ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന കളരിയാണിതെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എക്കാലവും ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം എന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മേളയോടൊപ്പം നാം സംഘടിപ്പിക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ്. സവിശേഷ പരിഗണന അർഹിക്കുന്ന നമ്മുടെ കുട്ടികളുടെ കായിക രംഗത്ത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്നതിലൂടെ നാം ഒരു വലിയ മാതൃകയാണ് സൃഷ്ടിക്കുന്നത്. മന്ത്രി GR അനിൽ, M വിൻസെന്റ് MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികളും ഉദ്ഘാടനത്തോടൊപ്പം അരങ്ങേറി. നാളെ മുതൽ 28-ാം തീയതി വരെ 12 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന മത്സരവേദി. ഇവിടെ താൽക്കാലിക ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരേ സമയം 5 ഗെയിംസ് ഇനങ്ങളുടെ മത്സരങ്ങൾ നടക്കും. സവിശേഷ പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങൾ നാളെ നടക്കും. ഗെയിംസിലും അത്ലറ്റിക്സിലുമായി 20,000-ഓളം താരങ്ങൾ പോരാട്ടത്തിനിറങ്ങും. ഗൾഫ് മേഖലയിൽ കേരള സിലബസിൽ പഠിക്കുന്ന 7 സ്കൂളുകളിൽ നിന്നും 35 കുട്ടികൾ കൂടി ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മേളയുടെ ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരം കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡറുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി LDFിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഉടക്കി തന്നെ നിൽക്കുകയാണ് CPI. മുന്നണി യോഗം വിളിച്ച് CPIയെ അനുസരിപ്പിക്കാനും അനുനയിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പരസ്യ വിമർശനത്തോട് പ്രതികരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് കൂടി CPM എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ PM ശ്രീയിലെ
വിയോജിപ്പ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കാനാണ് CPI മന്ത്രിമാരുടെ തീരുമാനം. തമിഴ്നാട് മോഡൽ നിയമപോരാട്ടം നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. എതിർപ്പ് നിലനിൽക്കെ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പക്ഷേ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. PM ശ്രീ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനം ഏകപക്ഷീയമെന്നാണ് CPIയുടെ വിമർശനം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലെ കടുത്ത വിയോജിപ്പ് CPI മന്ത്രിമാർ അറിയിക്കും. മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വന്നപ്പോൾ എതിർപ്പിനെ തുടർന്ന് മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മറ്റു കേന്ദ്ര പദ്ധതികളുമായി സംസ്ഥാനം സഹകരിക്കുമ്പോൾ PM ശ്രീയിൽ മാത്രം മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം PM ശ്രീയിൽ ഉൾപ്പെടാതെ തന്നെ കേന്ദ്രവുമായി നിയമപോരാട്ടം നടത്തി തമിഴ്നാട് സർക്കാർ SSI ഫണ്ട് നേടിയ കാര്യം CPI ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മോഡൽ പോരാട്ടം നടത്തണമെന്നാണ് CPI നിർദ്ദേശിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വന്നാൽ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്യപ്പെടുമെന്ന വാദം CPI ഉയർത്തുന്നു. എന്നാൽ അത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ന്യായീകരണം. മുന്നണിയിൽ ചർച്ച ചെയ്ത് CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ നീക്കം. അതേസമയം എതിർപ്പ് ശക്തമായാലും പദ്ധതി നടപ്പാക്കും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാകും നിർണായകമാവുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം LDF കൺവീനർ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ആവശ്യമെങ്കിൽ ചർച്ച നടത്തും എന്ന് പറയുകയാണ്. അതായത് LDF യോഗത്തിൽ കൃത്യമായി ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ LDF യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയുള്ളൊരു നിലപാടാണ് CPI എടുക്കുക? CPI നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമോ അതോ CPM ആണോ പിന്നോട്ട് പോവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കേരളവും പശ്ചിമബംഗാളും തമിഴ്നാടും മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ ഇതുവരെ ചേരാതിരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നിൽ ഭാഗമാകാതെ എത്രത്തോളം ഫണ്ടാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MA ബേബിയുടെ ഒരു പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. വിയോജിപ്പിൻ്റെ പേരിൽ CPI ആരും അവഗണിക്കില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. പക്ഷേ അവിടെയും MA ബേബി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ കഴിയില്ല എന്നും വിഷയം LDFൽ ചർച്ച ചെയ്യുമെന്നും വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് ആലോചിക്കുമെന്ന് കൂടിയാണ് ബേബി പറഞ്ഞു വയ്ക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും കഴിയും. CPIയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല. കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വ്യത്യസ്ത പദ്ധതികളിലായി പണം വിനിയോഗിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഈ NEP അംഗീകരിച്ചുകൊണ്ടല്ല, NEPയിൽ സംസ്ഥാനത്തിന് വേണ്ടതായ മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ വരുത്താമെന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. സംസ്ഥാനത്തെ ജനങ്ങളും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ഏറെ ആശങ്കയോടെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വര ബാധയെക്കുറിച്ച് കേൾക്കുന്നത്. കാരണം ഓരോ ദിവസവും കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം മരണവും മുന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം ആകെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കേസുകൾ ഈ മാസം മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 45 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതായി പറയുന്നത്. കഴിഞ്ഞ വർഷം ആകെ 38 പേർക്കാണ് രോഗമുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉറവിടം പോലും കണ്ടെത്താൻ കഴിയാതെ അതീവ ആശങ്കയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര ബാധയിൽ ഒരു മരണം ഉണ്ടായത്. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ 78-കാരിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിൽ മരിച്ചത്. 4 ദിവസത്തിനിടെ സംസ്ഥാനത്തെ രണ്ടാമത്തെ മരണമാണിത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. രോഗവ്യാപനവും മരണനിരക്കും ഉയരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 78 വയസ്സുകാരിയായ പോത്തൻകോട് സ്വദേശിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് പനിയെ തുടർന്ന് പോത്തൻകോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം കുളത്തൂർ സ്വദേശിയായ 18-കാരിയും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു. ജില്ലയിൽ 4 ദിവസത്തിനിടെ രണ്ടാമത്തെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. രോഗബാധയും മരണനിരക്കും ഉയരുമ്പോഴും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം 45 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 7 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ആകെ മരണസംഖ്യ 29 ആണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സനാതനധർമ്മത്തിന്റെ ഒരുമയ്ക്ക് രാഷ്ട്രീയം മറന്ന് ഹൈന്ദവർ ഒറ്റക്കെട്ടാകണമെന്ന് മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സനാതന ധർമ്മ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിൽ ധർമ്മസന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പ്രൗഢഗംഭീരമായ സമാപന ചടങ്ങിൽ ധർമ്മസന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം വായിച്ചു. ഹൈന്ദവ സമൂഹത്തെ കേരളത്തനിമയിലേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സന്യാസ സംഘമായ മാർഗദർശക മണ്ഡലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി 14 ദിവസമായി നടന്ന ധർമ്മ സന്ദേശയാത്രയ്ക്കാണ് തിരുവനന്തപുരത്ത് സമാപനമായത്. സമാപന സമ്മേളനത്തിന്റെ മുന്നോടിയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ നടന്ന സ്വീകരണത്തിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി തിരിതെളിയിച്ചു. തുടർന്ന് ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടയുടെയും അകമ്പടിയോടെയാണ് സന്യാസി ശ്രേഷ്ഠരെ സമാപന വേദിയിലേക്ക് ആനയിച്ചത്. സമാപന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ വിവിധ സന്യാസി സമൂഹത്തിലെ മഠാധിപതികൾ ചേർന്ന് നിലവിളക്ക് കൊളുത്തി. ധർമ്മ സന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം സ്വാമി വേദ അമൃതാനന്ദപുരി വേദിയിൽ വായിച്ചു. സന്ദേശയാത്ര ഹൈന്ദവ സമൂഹത്തിന് പുതിയ ഊർജവും ഉണർവും പകർന്നതായും കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സന്യാസ സമൂഹം തയ്യാറാകണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. ധർമ്മസന്ദേശയാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ ഉണർവും ഊർജവും പകർന്നു നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇതോടെ നമ്മുടെ കർത്തവ്യം അവസാനിച്ചു വരിക്കരുത്. ഒരു വിട്ടുപാകൽ മാത്രമേ നടന്നിട്ടുള്ളൂ. വെള്ളവും വളവും നൽകി പരിപാലിക്കുക എന്ന ധർമ്മം ശേഷിക്കുന്നു. ഇനിയത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പണ ബോധത്തോടെ നിസ്വാർത്ഥതയോടെ ചെയ്യണം. ആശ്രമത്തിൽ ഒതുങ്ങിക്കൂടി ശാസ്ത്ര പഠനവും ധ്യാനവും ജപവും ചെയ്യുക എന്നത് മാത്രമല്ല സന്യാസിമാരുടെ ധർമ്മം. ഹൈന്ദവരെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കുന്നതോടൊപ്പം ആചാരാനുഷ്ഠാന പദ്ധതികളിൽ കാലോചിതമായ മാറ്റമുണ്ടാകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റി പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് മതത്തിനു വേണ്ടി ഒന്നാവാൻ ഹൈന്ദവർ തയ്യാറാകണമെന്ന് ധർമ്മ സന്ദേശം നൽകിയ മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ആവശ്യപ്പെട്ടു. എല്ലാത്തിനും വഴിയുണ്ട് എന്ന സർക്കാർ സന്ദേശം ഉൾക്കൊള്ളാൻ ഹൈന്ദവ സമൂഹം തയ്യാറായാൽ ചെമ്പ് സ്വർണമാകില്ലെന്നും സ്വർണം ചെമ്പാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5 ദേവസ്വം ബോർഡുകളിലെ ഓഡിറ്റിംഗ് നടക്കാത്തിടത്തോളം കാലം ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും കാണിക്കയിടില്ല എന്ന് ഹൈന്ദവർ തീരുമാനിക്കണമെന്നും സ്വാമി പറഞ്ഞു. ദേവസ്വങ്ങളിൽ നടക്കുന്ന അനീതികളും ഹിന്ദു സമാജത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ദുഷ്ചെയ്തികളും ചൂഷണങ്ങളും മറ്റുമാണ്. ഒറ്റ തീരുമാനം എടുത്താൽ മതി. എല്ലാ ദേവസ്വങ്ങളുടെയും 5 ദേവസ്വങ്ങളാണ് കേരളത്തിൽ, 5ന്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നത് വരെ ഞങ്ങൾ 4 പൈസ ഗവൺമെന്റ് ക്ഷേത്രത്തിൽ ഇടില്ല. ശബരിമലയിൽ പോയാൽ പ്രാർത്ഥിക്കുക, ഭഗവാനേ സ്വാമിയേ ശരണയ്യപ്പ, നീ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടോളാം, അതുവരെ 4 പൈസ ഇടില്ല. ഗുരുവായൂർ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ നിന്നെയും എന്നെയും. ജനാധിപത്യ സമൂഹത്തിൽ വോട്ടാണ് എല്ലാം നിർണയിക്കുന്നത്. കുടുംബാസൂത്രണം എന്നത് ഹൈന്ദവർ മാത്രമല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും തയ്യാറാകണമെന്നും സ്വാമി പറഞ്ഞു. ധർമ്മ സന്ദേശ പ്രതിജ്ഞയും ചടങ്ങിൽ ഏറ്റുചൊല്ലി. ഈശ്വരാരാധനനിഷ്ഠമായ ജീവിതം നയിക്കും. വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെ മാനിച്ചു. ധർമ്മ സന്ദേശത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന കമ്മിറ്റിയുടെ മംഗളപത്രം സദസ്സിൽ വായിച്ചു. കൈമനം അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി, സ്വാമി സ്വപ്രഭാനന്ദ, സ്വാമി ചിദാനന്ദ ഭാരതി, മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി, മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, പ്രജ്ഞാനന്ദ തീർത്ഥപാദർ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.